ഗാസയിലെ പട്ടിണി പാവങ്ങൾക്ക് കുപ്പിയിലാക്കി ഭക്ഷണം കടലിൽ എറിയുകയാണ് ഈജിപ്തുകാർ. അവ ഗാസയിൽ എത്തുമെന്ന് ഉറപ്പില്ല. എങ്കിലും തിരമാലകൾ അവയെ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഏറ് തുടരുകയാണ് ആയിരങ്ങൾ. ഈജിപ്ഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തക സാറ അൽ അഖാരിയുടെ മനസ്സിൽ ഉദിച്ച ആശയമാണ് ഇപ്പോൾ ഈജിപ്തുകാർ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അരിയും പരിപ്പും പയറുമൊക്കെ ശേഖരിച്ച് പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കടലിൽ ഒഴുക്കിയ സാറ ഓരോ കുപ്പിയിലും കടലാസ് വെച്ച് അതിലിങ്ങനെ എഴുതി: ക്ഷമിക്കുക, നിങ്ങളുടെ ക്ഷമയ്ക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉറപ്പ്. അതിനിടയിൽ സാറയുടെ പേരും നമ്പറും. മറ്റൊന്നിനുമല്ല, ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെ കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന് അവർ അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. ആ കുപ്പികളെ കാറ്റ് ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയില്ല. കടൽ വെള്ളം കുപ്പികളിലേക്ക് കയറി ഭക്ഷണം കേടുവന്നില്ല. 3-ാം ദിവസം രാവിലെ സാറയുടെ ഫോണിലേക്ക് ഗസയിൽ നിന്നുള്ള ഡസൻ കണക്കിന് സന്ദേശങ്ങളെത്തി. ദുരിതാശ്വാസ കേന്ദ്രത്തിലെ ഡോക്ടറിൽ നിന്നുള്ള ആദ്യ സന്ദേശം ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ 10 കുപ്പികൾ തീരത്തെത്തി. നിരവധി കുടുംബങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചു. കുപ്പിയിലുണ്ടായിരുന്ന കടലാസ് കയ്യിലെടുത്ത് 2 കുട്ടികൾ നിങ്ങളുടെ പേരിൽ ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടു. അവർ വിറയാർന്ന ശബ്ദത്തിൽ പറയുന്നുണ്ടായിരുന്നു: അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് പറയാതിരിക്കില്ല. ഒരു പെൺകുട്ടിയുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കടലിൽ എറിഞ്ഞ ആ ചെറിയ കുപ്പികൾ വെറും ഭക്ഷണമല്ലായിരുന്നു, അവ രക്ഷാസന്ദേശങ്ങൾ പോലെയായിരുന്നു. വരണ്ട ഭൂമിയിൽ മഴത്തുള്ളികൾ പോലെ അത് ഞങ്ങളിലേക്ക് പെയ്തിറങ്ങി. അതെ, അവർ ഭക്ഷണം മാത്രമല്ല കാത്തിരുന്നത്, ലോകം ഇപ്പോഴും അവരെ ഓർക്കുന്നുണ്ടെന്നും അവർ ഒറ്റക്കല്ലെന്നും അവരെ സ്നേഹിക്കുന്നവർ ഉണ്ടെന്നുമുള്ള ഉറപ്പുകൂടിയായിരുന്നു. ഗാസയിൽ ഭക്ഷണം ലഭിക്കാതെ ഇതുവരെ എരിഞ്ഞടങ്ങിയത് 123 ജീവനുകൾ. പട്ടിണി കിടന്ന് എല്ലും തോലുമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് 83 കുട്ടികൾ. ഈ ദയനീയ ദൃശ്യങ്ങളാണ് ഈജിപ്തുകാരെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു ധാന്യമണിക്ക് വിശപ്പും ഉപരോധവും തളർത്തിയ ദൂരെയുള്ള ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ലക്ഷ്യം മുളപ്പിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ലോകം.